മോളിവുഡിലെ ആദ്യത്തെ WWE റെസ്ലിംഗ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫിലിം വരുന്നുണ്ട്. സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ അദ്വൈത് നായർ എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണ്. ഇതിനു മുമ്പ് ഞാൻ ഈ ഡയറക്ടർ ഫിലിംസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ മോളിവുഡിന്റെ കണ്ടന്റ് സെലക്ഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സുകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അത്തരത്തിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് നമ്മുടെ ഈ ഒരു ഫിലിമിന് വേണ്ടിയും അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. റീസെന്റ് വന്നിട്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു പോയിട്ടുള്ള നമ്മുടെ ലോക എന്ന് പറയുന്ന ആ യൂണിവേഴ്സിന്റെ ആ ഒരു ടോപ്പിക്ക് തന്നെ വളരെ യുണീക്ക് ആയിട്ട് പ്രസന്റ് ചെയ്ത് നമ്മുടെ മിത്തോളജിയിൽ നിന്ന് തന്നെ ഒരു വേൾഡിനെ ബിൽഡ് ചെയ്ത് അവിടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അവർ തന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ് ചത്ത പച്ച എന്ന് പറയുന്നത്. ലോക എന്ന് പറയുന്നത് നമ്മുടെ മിത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് നമ്മുടെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും, ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ മുത്തശ്ശിമാർ അടക്കമുള്ള അങ്ങനത്തെ ഓഡിയൻസിനൊക്കും ന്യൂജൻ തലമുറയിൽപ്പെട്ട എല്ലാ ഓഡിയൻസിനും ഒരുപോലെ കണക്ട് ആവുന്ന അവർക്ക് അറിവുള്ള ഒരു ടോപ്പിക്കാണ് ലോക എന്ന യൂണിവേഴ്സിൻ്റെത്. പക്ഷേ ചത്ത പച്ച എന്ന് പറഞ്ഞ ഈ ഒരു ഫിലിമിന്റെ ഈ ഒരു റെസ്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു മേഖലയല്ല. വളരെ കുറച്ചൊരു ഓഡിയൻസ് മാത്രമായിരിക്കും ഈ ഒരു ഫീൽഡിൽ കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെയൊക്കെ ചൈൽഡ്ഹുഡിലെ ആ ഒരു നൊസ്റ്റാൾജിയ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഷോ ആയിരിക്കും. ക്രിക്കറ്റും ഫുട്ബോളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും വേറൊരു ഓഡിയൻസ് ഇത്തരത്തിലൊരു റെസ്ലിംഗ് അഡിക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഒരു ടീം ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു. അതിൽ റെസ്ലിംഗ് ഭ്രാന്തനായി നടന്നിട്ടുള്ളൊരു കാലഘട്ടം അത് ഇപ്പോഴും അത് ഓർക്കും. ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉണ്ട്. അതിൻ്റെ WWE ചാമ്പ്യൻഷിപ്പ് ബെൽറ്റൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പിള്ളേരുമായിട്ട് കോമ്പറ്റീഷൻ വെച്ച് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചത്ത പച്ച എന്ന ഫിലിമിനെ കുറിച്ച് അധികം ട്രെൻഡായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു വീഡിയോസ് ഒന്നും അധികം വന്നിട്ടില്ല. ഈ ഒരു ഒറ്റ ചൈൽഡ്ഹുഡ് ആ ഒരു നൊസ്റ്റാൾജിയ വെച്ചാണ് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 പടക്കത്തിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ട് ആ ഓരോ പടക്കത്തിനും ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അർജുൻ അശോകൻ്റെ ക്യാരക്ടറിനെ ഇതിൽ കൊടുത്തിരിക്കുന്നത് RKO എന്ന് പറയുന്നതാണ്. പിന്നെ ബാക്കിയുള്ള 2 എന്ന് പറയുന്നത് ഒന്ന് ചോക്ക് സ്ലാമും 2 ആറ്റം ബോംബ് എന്ന് പറഞ്ഞ 3 നെയിംസ് ആണ് കൊടുത്തിരുന്നത്. ഈ 3 ടാഗ്സും WWE എന്ന് പറയുന്ന ആ ഒരു ചാമ്പ്യൻസ് ആ ഒരു സ്പോർട്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഫിനിഷിംഗ് മൂവിനെ പറയുന്ന നെയിംസുകളാണ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ആവാൻ ചാൻസ് ഉള്ളത് RKO റാൻഡി ഓർട്ടൻ്റെ ഫിനിഷിംഗ് മൂവിനെ കുറിച്ചാണ്. ചോക്ക് സ്ലാം എന്ന് പറയുന്ന ഒരു ഫിനിഷിംഗ് മൂവ് ഉണ്ട്. ഇത് നമ്മുടെ അണ്ടർടേക്കറും അതുപോലെ തന്നെ ബിഗ് ഷോ, കെയിൻ ഇത്തരത്തിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ യൂസ് ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് മൂവാണ്. എനിക്കത് കൂടുതൽ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഫിനിഷിംഗ് മൂവാണ് ഈ ഒരു RKO. ഈ ഒരു RKO തന്നെ അവർ അർജുൻ അശോകൻ്റെ ക്യാരക്ടറിന് റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറുതായിട്ട് എൻ്റെ ക്ലിപ്സ് കാണിച്ച് തന്നെ അർജുൻ അശോകൻ ഇങ്ങനെ RKO അടിക്കുന്ന ആ ഒരു പോസിൽ അവരിങ്ങനെ വരിയാൻ നിന്നിട്ട് ഇങ്ങനെ RKO അടിക്കുന്ന ആ ഒരു ഇതാണ് അതിനകത്ത് കാണിക്കുന്ന ആ ഒരു വിഷ്വലിൽ വരുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ അതേ ഫിനിഷിംഗ് മൂവ് തന്നെ ആയിരിക്കും ഈ ഒരു ഫിലിമിൻ്റെ അകത്ത്, ഈ ചത്ത പച്ച എന്ന ഫിലിമിനകത്ത് അർജുൻ അശോകൻ എന്ന് പറയുന്ന ആ ഒരു റെസ്ലറിൻ്റെ ആ ഒരു റിംഗ് നെയിം എന്ന് പറയാം. ആ ഒരു റിംഗ് നെയിമാണ് ലോക്കോ ലോബോ എന്ന് പറയുന്നത്. ആ ഒരു ലോക്കോ ലോബോ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫിനിഷിംഗ് മൂവ് ഈ ഒരു RKO ആയിരിക്കും. നമ്മൾ ഒരുപാട് ടൈപ്പ് ആക്ഷൻ ഫിലിംസ് മോളിവുഡിൽ കണ്ടിട്ടുണ്ട്. ബോക്സിംഗ് റിലേറ്റഡും കരാട്ടെ റിലേറ്റഡ് ആയിട്ടുള്ളതും ഇപ്പോൾ ആലപ്പുഴ ജിംഖാന അത്തരത്തിലുള്ള കുറേ ഫിലിംസുകൾ ആദ്യമായിട്ടാണ് മലയാളത്തിൽ. ഇനി ഇതിനു മുമ്പ് പഴയ സിനിമകളിൽ വല്ല വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു റെസ്ലിംഗ് ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തീം എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നാടൻ ഒരു റെസ്ലിംഗ്, ആ ഒരു സെയിം റെസ്ലിങ്ങിൻ്റെ അതേ പാറ്റേണിലുള്ള കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്തേക്ക് നമ്മളുടെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയായിട്ട് വരും എന്നുള്ള ആ ഒരു തീമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സും റൂമേഴ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതൊന്നും കൺഫേം അല്ല. പിന്നെ പോലെ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മുമ്പ് റെസ്ലിംഗ് ഒക്കെ കണ്ടിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഇതുപോലെ അഡിക്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർക്കായിരിക്കും കുറെ കൂടെ കൂടുതലായിട്ട് ഈ സിനിമ കുറച്ചും കൂടി ഒരു നൊസ്റ്റാൾജിയും കൂടെ വന്നിട്ടൊന്ന് കണക്ട് ആവുക. അതല്ലാത്തവർക്ക് ഇതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും. റിങ്ങിനകത്ത് കിടന്ന് പറന്നുള്ള ചാട്ടവും ആ അടിയും ആ ഒരു എൻട്രൻസും ആ ഒരു അവർക്ക് കൊടുക്കുന്ന ആ ഒരു ബിൽഡപ്പും ഇതൊക്കെയാണ് ഒരു റെസ്ലിംഗ് എന്ന് പറയുന്ന ഷോയുടെ തന്നെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പല റെസ്ലേഴ്സിൻ്റെയും ആ ഒരു എൻട്രൻസ് കാണാൻ തന്നെ ഒരു സ്പെഷ്യൽ ഫാൻ ബേസുകളുണ്ട്. പിന്നെ ഞാനൊരു അഡിക്റ്റഡ് ഫാനായിട്ടുള്ള ഒരു ആളെന്ന് പറയുന്നത് ബാറ്റിസ്റ്റയാണ്. ബാറ്റിസ്റ്റെ പണ്ട് ഈ റെസ്ലിംഗ് കാണുന്ന സമയത്ത് ബാറ്റിസ്റ്റ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ അന്നത്തെ കാലത്ത് നടന്നിട്ടുള്ളത്. എനിക്കത് ഇന്നും ഓർമ്മയുണ്ട്. സോറി, നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാതെ തെന്നി മാറി പോകുന്നുണ്ട്. നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഒരു ഏറ്റവും വലിയൊരു റൂമർ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക ഇതിനകത്തൊരു ക്യാമിയോ ഉണ്ട് എന്നുള്ളതാണ്. അതും
കൺഫേം ആയിട്ടുള്ളൊരു കാര്യമല്ല. ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടർ എപ്പോഴും നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രസൻസ് എവിടെയെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ബിഗ് ബി എന്ന് പറയുന്ന ഫിലിമിന് ശേഷം വന്ന സിനിമകളിലെല്ലാം ബിഗ് ബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും അമൽ നീരദിൻ്റെതായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മേക്കിംഗ് സ്റ്റൈലൊക്കെ കോപ്പി ചെയ്ത് ഒരുപാട് ഫിലിംസുകൾ പിന്നെ വന്നിട്ടുണ്ട്. നമ്മളിപ്പം KGF-ഉം ബാഹുബലിയും ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇപ്പോൾ ആൾക്കാർ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് പോലെ ലോക എന്ന് പറയുന്ന ഫിലിം അത്രയും യൂണീക്കായിട്ട് മോളിവുഡിൻ്റെ ഒരു വലിയൊരു ഗെയിം ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വൈസ് ഒരു ഗെയിം ചേഞ്ചിങ് വരുന്ന ഒരു ഫിലിമായിട്ടുള്ള ആ സിനിമയിൽ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ക്യാരക്ടർ മമ്മൂക്ക അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതും മമ്മൂക്ക ചൂസ് ചെയ്തത് ആ ഒരു കണ്ടന്റിൻ്റെ ബേസിലാവാം. ഇതൊരു വലിയ ഹ്യൂജ് സക്സസ് ആവും എന്നുള്ളതല്ല മമ്മൂക്ക നോക്കിയെന്നാണ് എൻ്റെ ഒരു POV-യിൽ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു കണ്ടന്റ് യൂണീക്കാണ്, ഞാൻ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇനി വരാൻ ചാൻസ് കുറവുള്ള ഒരു ടൈപ്പ് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞ് അതിൽ ചാടി വീണിട്ടുണ്ട്. അതുപോലെ മോളിവുഡിലെ ആദ്യത്തെ ഒരു WWE റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ വരുന്ന സമയത്ത് പക്ഷേ ഇതിനകത്തുള്ള കാസ്റ്റിങ്ങും മറ്റ് ആക്ടേഴ്സൊക്കെ ചെറിയ ആക്ടേഴ്സ് ആയതുകൊണ്ടും അത്രയും പ്രൊമോഷൻ ഇതിന് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇനി ഇറങ്ങി ആൾക്കാർ അതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴായിരിക്കും ഇതിനൊരു ഹൈപ്പ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അതിന് മാത്രമുള്ള ഹൈപ്പും കാര്യങ്ങളൊന്നും വന്നിട്ട് പോലുമില്ല. അർജുൻ അശോകൻ എന്ന് പറഞ്ഞ ആക്ടറിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോള് കാണാൻ പറ്റുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ കുറെ കൂടി റിലേറ്റബിൾ ആവേണ്ട ഒരു സിനിമയും കൂടി ആയിരിക്കും ഇത്. പക്ഷേ നമ്മൾ പഴയ ഓഡിയൻസിനൊക്കെ ഇത് എത്രത്തോളം അവർക്കിത് മനസ്സിലാവും അല്ലെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സിനെ അവർക്ക് കണക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഹ്യൂജ് സക്സസ് എന്നുള്ള രീതിയിൽ ലോകയൊക്കെ പോലെ പോകാനും ചാൻസ് കുറവാണ്. എത്രത്തോളം ആൾക്കാർക്ക് അത് കണക്റ്റ് ആവും എന്നുള്ളത് നോക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യുണീക്കായിട്ടുള്ളൊരു കോണ്ടന്റ് ആയതുകൊണ്ട് തന്നെ മമ്മൂക്ക ഇത് സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജോൺ സീനയൊക്കെ കൂടുതലും ബാക്ക്ഗ്രൗണ്ട് തീം വെച്ചിട്ടാണ് റെഫറൻസ് ചെയ്യാറ്. പക്ഷേ RKO എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷിംഗ് മൂവ് തന്നെ ഒരു യൂണീക്കായിട്ടുള്ള ഒരു മൂവാണ്. അത് അങ്ങനെ അധികം എല്ലാവർക്കും ഉള്ള ഒരു ടൈപ്പ് മൂവും അല്ല. അർജുൻ അശോകൻ എന്ന് പറഞ്ഞ ആക്ടർ കണ്ടന്റുകൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന തലവരെയായാലും ഇനി ഇതുപോലുള്ള കണ്ടന്റുകൾ കുറച്ച് യുണീക്കായിട്ടുള്ള നല്ല നല്ല കണ്ടന്റുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വളർന്നു വരുന്ന ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും മാർക്കറ്റ് വാല്യൂ അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അത്രയും ഹ്യൂജ് റെക്കഗ്നൈസേഷൻ ഈ അവരുടെ സിനിമകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള കുഞ്ഞ് യുണീക്കായിട്ടുള്ള കണ്ടന്റുകൾ ടോപ്പിക് ചെയ്യുന്ന സിനിമകളൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എനിക്ക് എൻ്റെ ചാനലിലെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സിനിമ ലവർ എന്ന നിലയ്ക്ക് ഞാൻ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാം കൺഫേം സാധനങ്ങളൊന്നും അല്ല. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല യൂട്യൂബിലോ ഡിജിറ്റലി ഒന്നും. ഈ ഒരു ചത്ത പച്ച എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ ആ ഒരു ഓൾ ക്രൂവിന് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. കുറച്ച് ദിവസം വീഡിയോ ഇടാതിരുന്നത് മഴയുടെ കാരണങ്ങൾ കൊണ്ടാവാം. ടോട്ടലി ബ്ലാങ്കഡ് അവസ്ഥയായിരുന്നു. ഫേസ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കിടന്നത് കൊണ്ടാണ് ആ വീഡിയോസെ കുറച്ച് ഡിലേ ആയിപ്പോയത്. രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഫേസ് ഇട്ടല്ല വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതാണ് പ്രശ്നം. ഇനി എന്തായാലും നമ്മൾ തന്നെ ഇതിലേക്ക് വന്നിട്ട് ആ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊളിയായിട്ട് നമ്മൾ വീഡിയോസ് പറ ഇടുന്നതാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ടുകളും അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ ഇടുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ ചത്താപച്ച എന്ന ഫിലിം എൻ്റെ ട്രെയിലറും ഗ്ലിംസും ഒക്കെ വരുന്ന സമയത്ത് അത് ഏറ്റവും ബെസ്റ്റാണ് അല്ലെങ്കിൽ ഇതിൽ ഹോപ്പുണ്ട് നിങ്ങൾക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് തന്നെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ പറയാം. കാരണം എനിക്കും ആ ഒരു സിനിമ സക്സസ് ആയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. യുണീക്കായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിമിനേക്കാൾ എനിക്ക് തോന്നുന്നു എനിക്ക് റിലേറ്റഡ് ആവണം ഇതായിരിക്കാം. അതുപോലെ ഒരുപാട് WWE ഫാൻസിനും ഇത് ഇഷ്ടപ്പെടുന്ന ആയിരിക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ WWE ഫാനായിട്ട് ഒരുപാട് കാത്തിരുന്ന സ്മാക്ക് ഡൗണും റോയും റെസൽമാനിയും ഹെൽ ഇൻ എ സെല്ലും അങ്ങനെ തുടങ്ങി സർവൈവലും ഇങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു, ഷോകളുണ്ടായിരുന്നു. ഇതെല്ലാം കാത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്ന എക്സ്പെഷ്യലി റോ ആൻഡ് സ്മാക്ക് ഡൗൺ അത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്കാരാണോ നിങ്ങളെന്നുള്ളതും കൂടി ഒന്ന് പറയുക. അതെനിക്കറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ഒരുപാട് കണ്ടന്റുകൾ ഓൺ ദ വേ ആണ്. ഹൈപ്പ് കൂടെ ഒന്ന് അമർത്തിക്കോ. റീസെൻറ്റ് വീഡിയോസും എൻ്റെ മറ്റ് ചാനലിലെ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിനേക്കാൾ ഇഡിയോട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.